നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ്? ആ ടീമിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ടീം നിങ്ങളുടെ എല്ലാമായി തീരുന്നത് എങ്ങനെയാണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെൽസിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ വന്ന ഒരു കമന്റ് എന്റെ അടുത്ത് ചോദിച്ചിരുന്നത് ബ്രോയുടെ ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ഏതാണ് എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞിരുന്നു, ആൻസർ ചെയ്തിരുന്നു. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓൾറെഡി എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ എന്റെ ക്ലബ്ബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബ് ഏതാണെന്നുള്ളത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് എന്റെ ഇഷ്ട ക്ലബ്ബ് എന്നുള്ള ഒരു രീതിക്കല്ല, പക്ഷെ മറ്റൊരു കാര്യം പറഞ്ഞു പോയ കൂട്ടത്തിൽ അതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രോയുടെ ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം മുതലൊന്നും പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ അത് അങ്ങ് ക്ലിയർ ആവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2002 ഫുട്ബോൾ കാണാൻ ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ റെഗുലർ വാച്ചിങ് ഒന്നും ഇല്ല. 2002 എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, നമുക്കിപ്പോൾ TV ആണെങ്കിലും ചാനൽസ് ആണെങ്കിലും ഒക്കെ വളരെ, എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ കുറവായിട്ട് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അതിന് മുമ്പൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പല പ്ലേയേഴ്സിനെ പറ്റി കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സ് ഉണ്ട്, വലിയ വലിയ പ്ലേയേഴ്സ് ആണ്. ഒരുപക്ഷെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പെലെയെ പറ്റിയിട്ടും മറഡോണയെ പറ്റിയിട്ട് പോയി കേട്ടിട്ടുണ്ട്. അവരുടെ ഫോട്ടോ പോലും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഫുട്ബോൾ കളിയെ പറ്റിയൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഈ പഞ്ചായത്ത് മേളയൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പോകാറുണ്ട് നമ്മൾ. പഞ്ചായത്ത് മേളയൊക്കെ അന്നൊക്കെ ഭയങ്കര രസമുള്ള ഒരു പരിപാടി തന്നെയാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എന്നാലും പണ്ടത്തെ ആ ഒരു ഓളം ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പണ്ടൊക്കെ ഉള്ള ആ ഒരു, അപ്പൊ ഫുട്ബോളിനോട് അങ്ങനെ ഒരു ഭ്രാന്ത് നമുക്ക് അന്നേ ഉള്ളതാണ്. അപ്പോൾ 2002 ഞാൻ കളി കാണുന്നത് എന്ന് പറയുന്നത് ഒരു വേൾഡ് കപ്പ് ഫൈനലാണ്. അതായത് ബ്രസീൽ വേഴ്സസ് ജർമ്മനി ഫൈനലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ട് പഴകിയ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഒന്നിച്ച് കളിക്കുന്ന ഒരു ടീമായിരുന്നു ബ്രസീൽ. അങ്ങനെയാണ് ഞാനൊരു ബ്രസീൽ ആരാധകനായിരുന്നത്. വളരെ ചെറുപ്പത്തിലെ ഞാനൊരു ബ്രസീൽ ആരാധകനാകുന്നു. ഇപ്പോഴും അത് തുടർന്ന് കൊണ്ടുപോകുന്നു. അപ്പോ അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് ഫുട്ബോൾ വാച്ച് ചെയ്യാനൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കുറെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സറൗണ്ടും ചുറ്റുപാടും ഒക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത്യാവശ്യം ഫുട്ബോൾ കളി കണ്ടു തുടങ്ങുന്നതൊക്കെ. അപ്പോൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ഫുട്ബോളിനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ഗെയിമിനെയാണ്, ആ കളിയെയാണ്. അപ്പോൾ എന്താ പറയാ, അത്യാവശ്യം എല്ലാ ടീമിന്റെയും കളികൾ നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. കാണാൻ കിട്ടുന്ന കളികളൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ടീമിന്റെ ആണെങ്കിലും, ഇപ്പോൾ ബാഴ്സലോണയുടെ ആണെങ്കിലും റയൽ മാഡ്രിഡിന്റെ ആണെങ്കിലും, എൽ ക്ലാസിക്കോ ആണെങ്കിലും, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആണെങ്കിലും, ലിവർപൂൾ, അങ്ങനെ നിരവധി എല്ലാ കളികളും നമ്മൾ കാണാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടണം. അത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്നില്ല. എന്നാൽ പെട്ടെന്ന് കിട്ടുന്നവരുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ചെൽസിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട്. യുണൈറ്റഡിനെ ആരാധിക്കുന്നവരുണ്ട്, ലിവർപൂളിനെ ആരാധിക്കുന്നവരുണ്ട്, അതേപോലെ ബാഴ്സലോണ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ്, AC മിലാൻ, ഇന്റർ മിലാൻ, അങ്ങനെ ഏത് ക്ലബ്ബുകളെയും, ഒരുപാട് ക്ലബ്ബുകളെ ആരാധിക്കുന്ന, വർഷങ്ങളായിട്ട് ആരാധിച്ചു പോകുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. ഇപ്പൊ പിന്നെ നമ്മൾ ചില ആളുകളെ സീസണൽ ഫാൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ കോപ്പ അമേരിക്ക അല്ലെങ്കിൽ യൂറോ കപ്പ് ഒക്കെ വരുമ്പോൾ മാത്രം ഫുട്ബോൾ കാണുന്ന ആളുകളെയാണ് നമ്മൾ ഈ സീസണൽ ഫാൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും റെഗുലർ ഫാൻസ് ഉണ്ട്. ഇപ്പൊ അവര് റെഗുലർ ആയിട്ട് ലീഗുകളെല്ലാം, അതായത് എല്ലാ ക്ലബ്ബ് ലീഗുകളും ഫോളോ ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലും ഒരു സിംഗിൾ ടീം ഫാനിസം എന്നുള്ള ഒരു പ്രോസസ്സ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് ഞാൻ കാണുമ്പോൾ തൊട്ടേ അവര് ഒരു ക്ലബിന്റെ ആരാധകരാണ്. അവരിപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ മരിക്കുമ്പോഴും ആ ക്ലബിന്റെ ആരാധകനായി തന്നെ ആയിരിക്കും അവർ മരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പ്ലെയേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഘടകമേ അല്ല. ഒരു പ്ലെയറിനെ കണ്ടുകൊണ്ട് ഒരു ടീമിനെ ആരാധിക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളല്ല അവര് ശരിക്കും ഭയങ്കര റിയൽ ഫാൻസ് ആണ്. ശരിക്കും റിയൽ ആയിട്ടുള്ള ഫുട്ബോൾ ആരാധകർ, അവരുടെ ആ ഒരു ടീമിനെ ആരാധിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനവും ഭയങ്കര അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു ടീമിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു, എങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാവും ഒരു ടീമുമായിട്ട്. അപ്പോഴാണ് അത് നമ്മുടെ ടീമായി മാറുന്നത്, ആ ടീം നമ്മുടേതാവുന്നത്. അപ്പോൾ ഞാൻ ഈ സ്പാർക്ക് അല്ലെങ്കിൽ ആ റിലേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 2 ടീമിന്റെ കളി ആയിക്കോട്ടെ, ഞാൻ ഫുട്ബോൾ കാണുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അതൊരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാനത് ആസ്വദിക്കുന്നു. 2 ടീമിന്റെയും കളി ആസ്വദിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിൽ ഒരു ടീം ജയിച്ചേ പറ്റൂ. ഞാൻ നിരന്തരമായി അവരെ ഫോളോ ചെയ്യുന്നു. അവർ ഗോൾ അടിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന കസേരയിൽ നിന്ന് കയ്യുമ്പോൾ ഞാൻ ചാടി എണ്ണീക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ ടീമിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ടീമിന്റെ ഫാൻ ആകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ അത്യാവശ്യം ക്ലബ്ബുകളുടെയൊക്കെ കളി കാണുമ്പോൾ കളി എന്ന രീതിക്ക് ആ കളിയെ ആസ്വദിച്ച്, അല്ലെങ്കിൽ ആ കളിയിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡന്റുകളെ, അല്ലെങ്കിൽ ആ കളിയിൽ ഉണ്ടാകുന്ന ആ ഒരു കുറെ സംഭവങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഞാൻ കളി കണ്ടുപോകുന്നത്. അപ്പോ
അങ്ങനെ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് നമുക്ക് വേറെ റിലേഷൻസ് ഒന്നും ഈ ക്ലബ്ബുകളുമായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഞാനൊരു ബ്രസീലിയൻ ആരാധകനായിട്ട് വേണമെങ്കിൽ ഒരു സീസണൽ ഫാൻ ആയിരുന്നു എന്ന് വേണമെങ്കിലൊക്കെ പറയാം. എന്റെ കേസും ബ്രസീലിയൻ ആരാധകനായതുകൊണ്ട് തന്നെ ബ്രസീലിൽ കളിക്കുന്ന പല പ്ലേയേഴ്സ് ഒക്കെ കളിക്കുന്ന ടീമുകളുടെ കളികൾ കൂടുതൽ കാണുക എന്നൊക്കെയുള്ള കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 2014 നമുക്കൊരു ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ലീഗ് വരുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു ടീം വരുന്നത്. അപ്പൊ ഈ ഒരു സാധനം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ കണക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായി, റിലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായി. കാരണം ബ്ലാസ്റ്റേഴ്സുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. കാരണം നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ്. അപ്പോൾ ഇനിയിപ്പം ഏത് ടീമായിട്ട് എവിടെ പോയി കളിച്ചാലും, ഇനിയിപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ക്ലബ്ബ് ഇവിടെ വന്ന് നമ്മളുമായിട്ട് കളിച്ചാൽ പോലും ഇത് നമ്മുടെ ക്ലബ്ബാണ് എന്നുള്ള ഒരു റിലേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ശരിക്കും അത് 2014 എന്ന് പറഞ്ഞ ആ ഒരു വർഷം. അന്ന് ISL സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാസ്റ്റേഴ്സ് തുടങ്ങുന്നു. അപ്പോൾ അതുവരെ നമ്മൾ TV-യിൽ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലബ്ബുകളുടെയും, ഏത് ക്ലബ്ബും ആയിക്കോട്ടെ, യൂറോപ്യൻ ക്ലബ്ബ് ആയിക്കോട്ടെ, ഏതും ക്ലബ്ബുകളുടെ കളി കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഇത് എന്റെ ക്ലബ്ബാണെങ്കിൽ കൂടെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്ലബ്ബ്, ഇപ്പൊ ഞാനൊരു യുണൈറ്റഡ് ഫാൻ ആണെന്ന് വിചാരിക്കുക. എന്നെ സംബന്ധിച്ച് ഇവിടെ TV-യിൽ പോലും നമുക്ക് അന്ന് യുണൈറ്റഡിന്റെ കളിയോ അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ കളിയോ നമുക്ക് നിരന്തരമായിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് അവിടുത്തെ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാനോ അവർക്ക് വേണ്ടി ചാൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി റെഗുലറായി അവരെ ഫോളോ ചെയ്യാനോ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2014 ഇങ്ങനെ ഒരു സെറ്റപ്പ് വരുമ്പോ നമുക്ക് ഇതിനെല്ലാമുള്ള ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. അതായത് നമുക്ക് സ്വന്തമായ ഒരു ടീം, നമുക്ക് സ്റ്റേഡിയത്തിൽ പോവാം, അവിടെ പോയി കളി കാണാം, ചാൻറ്റ് ചെയ്യാം എന്ന് വേണ്ട, നമുക്ക് അങ്ങനെ ഒരു ടീം കിട്ടണം. നമ്മൾ യൂറോപ്പിലൊക്കെ ആളുകൾ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് ഭയങ്കര ചാൻറ്റ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, പ്രത്യേക ഒരു ഓളം ഉണ്ടാക്കുന്നു. നമ്മളതൊക്കെ ഇവിടെ TV-യിൽ ഇരുന്ന് കാണുകയാണ്. നമുക്ക് അന്ന് അവിടെ പോയി ഇരുന്ന് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു ഭാഗ്യം നമ്മുടെ നാട്ടില് നമുക്കൊരു ടീം എന്ന രീതിയിൽ കിട്ടുമ്പോൾ ഏതൊരു മനുഷ്യനാണ് പിന്നെ അവന്റെ സ്വന്തം ടീമായിട്ട് അതിനെ സ്വീകരിക്കാത്തത്? ഞാൻ അങ്ങനെ എന്റെ ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമുള്ളത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ശരിയാണ്, നമ്മുടെ ലീഗിന്റെ നിലവാരം അല്ലെങ്കിൽ പ്ലേയിങ് ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മൾ യൂറോപ്യൻ ക്ലബ്ബുകളുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മള് ഫുട്ബോളിനെയാണ് സ്നേഹിക്കുന്നത്. ഫുട്ബോളിനെ സ്നേഹിക്കുമ്പോൾ, ഫുട്ബോളിന്റെ ആ ഒരു കൾച്ചറിനെ സ്നേഹിക്കുമ്പോൾ, നമുക്കതൊക്കെ നമ്മുടെ കൈപ്പിടിയിലേക്ക് കിട്ടുമ്പോൾ നമ്മളതാണ് ശരിക്കും ആസ്വദിക്കേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ 2014 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ പോയാണ് കാണാറുള്ളത്. ഏകദേശം ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ പോയി തന്നെയാണ് കാണുന്നത്. ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇരുന്ന് തന്നെയാണ് കളി കാണുന്നത്. എല്ലാ വർഷവും സീസൺ ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മള് അവിടെ ഇരുന്ന് തന്നെയാണ് കളി കാണുന്നത്. ചാൻറ്റ് ചെയ്ത് വിഷയം ഉണ്ടാക്കി തകർത്താടി തരിപ്പണമാക്കി കിടിലമായിട്ടാണ് അവിടെ ഇരുന്ന് കളി കാണുന്നത്. അത് ഒരു കളി നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല എന്നൊരു സാധനം വരുന്നില്ല. നമ്മൾ എല്ലാ കളിക്കും പോകും. നമുക്ക് ചിലപ്പോ ഒരു കളി കാണാൻ പോവാത്ത എന്തെങ്കിലും ഷെഡ്യൂൾ നമുക്ക് വന്നാൽ, എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ടോ ഒക്കെ വന്നാൽ തന്നെ നമ്മൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും സ്റ്റേഡിയത്തിൽ എത്താൻ നമ്മൾ പല പരിപാടി നോക്കി എങ്ങനെയെങ്കിലൊക്കെ എത്തും നമ്മൾ. അത് വേറെ കാര്യം. കാരണം കൊച്ചിയില് അവിടെ കളി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ മാക്സിമം നമ്മൾ ബാംഗ്ലൂർ പോകാറുണ്ട്, ഹൈദരാബാദ് പോകാറുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കളി കാണാറുണ്ട്. ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ്. പിന്നെ റീസെന്റ് ആണ് പിന്നെ എല്ലാവരും എനിക്ക് വന്ന ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഇഷ്ടപ്പെട്ട ഫോറിൻ ക്ലബ്ബ് ഏതാണ് എന്നുള്ളത് തന്നെ ആവണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലബ്ബുകളെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എല്ലാവരുടെയും കളികൾ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് സ്പാർക്ക് കിട്ടിയ ഒരു ടീമുണ്ട്. അതായത് അവരെപ്പോ കളിച്ചാലും അവർ ജയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണെന്ന് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു ടീമുണ്ട്. അത് 2020 ലിവർപൂൾ ചാമ്പ്യൻസ് ആയതിനു ശേഷം ഉള്ള നെക്സ്റ്റ് സീസൺ, അതായത് 2021 സീസണിൽ ലിവർപൂളിന്റെ ഫസ്റ്റ് മത്സരം നടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അന്ന് ഞാൻ ലിവർപൂളിന്റെ കളിയാണ് ഫസ്റ്റ് പ്രീമിയർ ലീഗ് നെക്സ്റ്റ് സീസൺ ഫസ്റ്റ് മാച്ച് ആണ്, സ്റ്റാർട്ട് ചെയ്യാണ്, കാണാമെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് കളിക്കുന്നത് എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു ടീമാണ്. പക്ഷെ പണ്ട് ഒരു വലിയ ടീമായിരുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഓപ്പോസിറ്റ് കളിക്കുന്നത് ലീഡ്സ് യുണൈറ്റഡ് ആണ്. അപ്പോൾ അന്നത്തെ ആ ഒരു കളിയെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചു കൊണ്ടിട്ട് ഞാനൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പും ലീഡ്സ് റെലഗേറ്റ് ആയിട്ട് വീണ്ടും ഇപ്പോൾ ഈ വർഷം തിരികെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ലീഡ്സ് തിരികെ എത്തിയതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ ഒരു ഞാൻ പറയുന്ന ആ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഗോളും ഓരോ മിനിറ്റും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിവർപൂളും ലീഡ്സും തമ്മിലുള്ള ഒരു മത്സരം, അപ്പൊ ഞാൻ ലിവർപൂൾ എന്തായാലും ജയിക്കും, ഒരു
ചെറിയൊരു ടീം, എന്തായാലും പ്രൊമോട്ടായി വന്ന ടീമാണ് എന്നുള്ളൊരു സെറ്റപ്പിൽ കളി കാണുന്നു. പക്ഷെ 4-3 എന്ന സ്കോറിലാണ് ലീഡ്സിനെ പരാജയപ്പെടുത്തുന്നത് ലിവർപൂൾ. ലിവർപൂളിന് 2 പെനാൽറ്റി വിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ മാത്രമാണ് ലിവർപൂൾ വിജയിക്കുന്നത്. ഓരോ സമയത്തും ലിവർപൂൾ ആദ്യം സ്കോർ ചെയ്യുന്നു, ലീഡ്സ് ഈക്വലൈസ് ചെയ്യുന്നു, വീണ്ടും ലിവർപൂൾ സ്കോർ ചെയ്യുന്നു, വീണ്ടും ലീഡ്സ് തിരിച്ചടിക്കുന്നു. അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ കിടിലം കളി. എനിക്ക് ആ ഫസ്റ്റ് മാച്ചിൽ തന്നെ ലീഡ്സിനോട് വല്ലാത്തൊരു സ്പാർക്ക് തോന്നിയിരുന്നു. പിന്നീട് ഞാൻ അത് ലീഡ്സിന്റെ റെഗുലർ ആയിട്ട് ലീഡ്സിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി, ലീഡ്സിന്റെ മാച്ചുകൾ കാണാൻ തുടങ്ങി, ഓരോ കളിയും കാണാൻ തുടങ്ങി. അങ്ങനെ മുഴുവൻ കളികളും ലീഡ്സിന്റെ എല്ലാ കളികളും കാണാൻ തുടങ്ങി. എന്റെ വാട്സപ്പിന്റെ DP ലീഡ്സിന്റെ ലോഗോ ആവുന്നു, അതേപോലെ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസിൽ ലീഡ്സ് വരുന്നു. അപ്പോൾ ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കുന്നു ഞാനൊരു ലീഡ്സ് ആരാധകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ലീഡ്സ് ആരാധകനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലബ്ബ് ലീഡ്സ് ആണ്. ഞാൻ ഭയങ്കര അടുത്തിടയ്ക്കാണ് കേട്ടോ ലീഡ്സിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതും, അല്ലെങ്കിൽ ലീഡ്സിനോട് ഒരു ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള സ്പാർക്ക്, അതായത് ലീഡ്സിന്റെ കളി കാണുമ്പോഴത്തേക്ക് ഗോളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ചാടി എണീക്കും, ഞാൻ സെലിബ്രേറ്റ് ചെയ്യും, ലീഡ്സ് ഗോൾ അടിച്ചു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഞാനൊരു ലീഡ്സ് ആരാധകനാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴും ലീഡ്സിന്റെ കേസൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ എന്തുവാടെ നീ എന്ത് ചെയ്യും, ചുമ്മാ പറയാം, നീ ഷോ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. സോ എല്ലാവർക്കും അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം, ഞാൻ ഒരു പുതുമ കാണിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ എന്റെ ഉള്ളിലുള്ള ഒരു സ്പാർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്റെ ഉള്ളിലുള്ള ഒരു സ്പാർക്ക് അങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് മറ്റു ടീമുകളിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാ മത്സരങ്ങളും ഒരു ടീം എന്ന രീതിയിൽ കണ്ടുപോകാറുള്ളൂ. അപ്പം എനിക്കങ്ങനെ ഇതുവരെ ഒരു ടീമിനെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ടീമിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകളെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു, അവരോട് എനിക്ക് ഭയങ്കര അസൂയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കും ആ ഒരു സ്പാർക്ക് കിട്ടി തുടങ്ങിയത് വളരെ റീസെന്റ് ആയിട്ടാണ്, ഒരു 2021 ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞത്. ഈ ലീഡ്സ് എന്ന് പറയുന്ന ടീം, പിന്നെ ഞാൻ ലീഡ്സിനെ പറ്റിയിട്ട് പിന്നെ കൂടുതൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അവരുടെ ഓൾ ഓർ നത്തിങ് എന്ന ഒരു വെബ് സീരീസിലൂടെ കൂടുതൽ ലീഡ്സിനെ പരിചയപ്പെടുന്നു, അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരെന്തായിരുന്നു, അവരുടെ ലെജൻസ്, അങ്ങനെയുള്ള. ലീഡ്സ് യുണൈറ്റഡ് എന്നൊക്കെ പറയുന്നത് വളരെ പഴയ ഒരു ക്ലബ്ബാണ്. അപ്പോൾ പണ്ട് കാലത്ത് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടൊക്കെ വിറപ്പിച്ചിരുന്ന വലിയ ഒരു ക്ലബ്ബായിരുന്നു. പിന്നീട് അവരുടെ വലിയ ഫോൾ ഡൗണും കാര്യങ്ങളും, അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും, അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ മാർസലോ ബിയൽസ എന്ന മാനേജറുടെ ഒരു വിക്ടറി പരിപാടിയൊക്കെ ഈ ലീഡ്സ് യുണൈറ്റഡിന്റെ ഹിസ്റ്ററിയിലൊക്കെ വരുന്നതൊക്കെ ഞാൻ പല രീതിയിലും ചകഞ്ഞെടുത്ത് പഠിച്ചെടുത്താണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലീഡ്സിനോട് ഭയങ്കരമായ ആരാധന തോന്നുകയും ഞാൻ ലീഡ്സിന്റെ ഒരു തികഞ്ഞ ഫാനായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നൊരു കാര്യം പറയാനാണെങ്കിൽ എന്താണ്, ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറൊരു കാര്യമില്ല. ഇനിയിപ്പോ ഈ പുതിയ പ്രീമിയർ ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലീഡ്സ് തിരിച്ച് വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ലീഡ്സിന്റെ ഓരോ മത്സരങ്ങൾക്കും വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എന്താ പറയാ, ലീഡ്സ് തിരികെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ലീഡ്സിന്റെ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോ എന്റെ ക്ലബ്ബ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. താങ്ക് യു.